ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേവായൂർ ബാങ്കിൻ്റെ തൊണ്ടയാട് ഹെഡ് ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും കൂട്ടധർണയും നടത്തി. ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊറ്റമ്മൽ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ബാങ്ക് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയും സ്വജന പക്ഷപാതങ്ങൾക്കെതിരെയും ചേവായൂർ ബാങ്കിനെ ശത്രുപാളയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന നിലവിലെ ഭരണസമിതിക്കെതിരെയുമാണ് പ്രതിഷേധം ഉയർന്നത്. ജനാധിപത്യ വിശ്വാസികളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ എന്നെ സേവിക്കണം, ആലയെ കൊണ്ട് എത്തിക്കാം എന്ന റിസർച്ച് നടത്തി വരുന്നോണ്ടിരിക്കുന്നത് ഈ ബാങ്ക് കോൺഗ്രസ് പ്രസ്ഥാനം നിലനിർത്തുന്നിടത്തോളം ഞങ്ങളുടെ സംഖ്യയിൽ ജീവനുള്ളിടത്തോളം ഈ ബാങ്ക് നഷ്ടപ്പെടാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കും. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട നിസാർ പുരത്തിൽ ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ വ്യവസായ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇന്ന് ഇൻഡസ്ട്രിയൽ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കിട്ടിയാണ്. അതേപറയാം താഴെത്തട്ടിൽ നിന്ന് അദ്ദേഹം പ്രയാസപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി പണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് എവിടെയെങ്കിലും ബാങ്കിൽ നിക്ഷേപിച്ചാൽ അത് സുരക്ഷിതമാണെന്ന് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ സ്വന്തം മകളുടെ കല്യാണത്തിന് സ്വരുക്കൂട്ടി വെക്കുന്ന പണം, മകന്റെയും മകളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന പണം, അച്ഛന്റെയും അമ്മയുടെയും കുടുംബത്തിൽ ആർക്കെങ്കിലും വേണ്ടി അവർക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടായാൽ അസുഖത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പണം, ആ പണമെല്ലാം സുരക്ഷിതമായി നമ്മുടെ കൈകളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ സഹകരണ ബാങ്കിൽ നിക്ഷേപവുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോവുകയാണ്. ഇത് സഹകരണ മേഖലയിൽ കൊണ്ടുവരുന്ന ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളിയിൽ ബാങ്കിൽ പോലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ബാങ്കിൽ ഇടപാട് നടത്തുന്ന ഇടപാടുകളുടെ കൂട്ടായ പരിശ്രമം കൊണ്ട് മാത്രമാണ് ഒരു ബാങ്ക് എന്നല്ല ഏത് ധനകാര്യ സ്ഥാപനവും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അവരെല്ലാം അവിടെ ഇടപാടുകാർക്ക് കാര്യമില്ല, അവിടുത്തെ സഹകാരികൾ അവരാരുമല്ല, ജീവനക്കാർ ഞങ്ങൾ പറയുന്ന പോലെ ജീവിച്ചു കൊള്ളണം എന്നൊക്കെ തീരുമാനിച്ചാൽ ആ സ്ഥാപനം നശിച്ചു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അങ്ങനെ നാശം ഉണ്ടാവാതിരിക്കുവാനുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങളുടെ മുമ്പാകെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഈ ഭരണസമിതിയുടെ ആളുകളോട് വിനയപുരസ്പരമായ അഭ്യർത്ഥന, നിങ്ങളൊന്നുമല്ലാത്ത നിങ്ങളെ ഈ ഉയരങ്ങളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്, നിങ്ങളെ ചവിട്ടുപടിയായി വന്നത് ഈ മഹത്തായ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇനിയെങ്കിലും കോൺഗ്രസിനോട് ആത്മാർത്ഥമായ ശ്രമമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ കോൺഗ്രസുകാരാണെങ്കിൽ പാർട്ടിക്ക് വഴിപെട്ടുകൊണ്ട് ഈ മേഖലയിൽ അതിശക്തമായ ഒരു പ്രധാനമായി ഒരു ധനകാര്യ സ്ഥാപനമായി ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളിയാവുകയും മുന്നോട്ട് വരികയുമാണ് വേണ്ടത്. അടക്കമുള്ള നേതാക്കന്മാർ ഒരു ഘട്ടത്തിൽ CPM-ലേക്ക് പോയപ്പോ അവരെല്ലാം വളരെയേറെ പ്രയാസത്തോടുകൂടി തിരിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്ന ഒരു സാഹചര്യമുണ്ട്. ബഹുമാനപ്പെട്ട KM ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയപ്പോഴും അത് CPM-ലേക്ക് പോകാതെ തിരിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പാർട്ടി വിട്ട് തൽക്കാലത്തേക്ക് CPM-ലേക്ക് ചേക്കാറാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഈ നാട്ടിലെ നിങ്ങളുടെ മുഖമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന മുഖം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി വെച്ച എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രിയപ്പെട്ടവരെ, അഴിമതി കാണിച്ച് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ ആരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന നിലപാട് ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നിരവധികളായ അഴിമതികളുടെ കഥകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ സുതാര്യമായ ഒരു ഭരണം വേണം. സുതാര്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം. ഭരണകൂടം സുതാര്യമായി എല്ലാ കാര്യങ്ങളും വളരെ സത്യസന്ധമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള പരാതിയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതിയുണ്ട്, സഹകാരികൾക്ക് പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. ആ ദുരിതങ്ങൾക്കും സഹകാരികളുടെ പ്രയാസങ്ങൾക്കും ഒക്കെ അറുതി വരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രതിഷേധമാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദമാണ്. KPCC-യുടെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരമാണ് ഈ സമരമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്നും കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു നടന്നൊരു കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയോട് നിങ്ങളുടെ നിസ്സീമമായ കൂറ് ബോധ്യപ്പെടുത്തുവാനുള്ള സമയം കൂടിയാണ് ഇത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.